ഫ്രണ്ട്സ്, നമ്മുടെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഇന്ത്യ ഗവൺമെൻറ് മിൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പെർമനൻറ്റ് വേക്കൻസിയാണ്, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ കോയിൻസിൻ്റെ ഒക്കെ ഒരു മാനുഫാക്ചറിങ് ആണ് പ്രധാനമായിട്ടും ഇവിടെ നടക്കുന്നത്. പിന്നെ അതിൻ്റെ മറ്റു ഫംഗ്ഷന് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഇതിലേക്ക് പെർമനൻറ്റ് വേക്കൻസിയിലേക്കാണ് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. IT അല്ലെങ്കിൽ ഡിപ്ലോമ അതല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന വേക്കൻസികളുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. എങ്ങനെ അപ്ലൈ ചെയ്യുന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എങ്ങനെയാണ് സെലക്ഷൻ, ഇതിൻ്റെ സിലബസ് കാര്യങ്ങളൊക്കെ വിശദമാകുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഡെയിലി നമ്മൾ ചെയ്യുന്നുണ്ട്. കൂടെ കാണാൻ നേവൽ ഷിപ്പ് റിപ്പയർ യാർഡ് കൊച്ചി, അതുപോലെ നേവൽ എയർക്രാഫ്റ്റ് യാർഡ് കൊച്ചി, ഇതിന്ന് ചെയ്ത വീഡിയോ ആണ്. അതുപോലെ തന്നെ സെസ്സിൻ്റെ വീഡിയോ തിരുവനന്തപുരം ചെയ്തിട്ടുണ്ട്, സെൻട്രൽ സിൽക്ക് ബോർഡ്, അങ്ങനെ പല കാറ്റഗറി വീഡിയോസ് നമ്മുടെ ചാനലുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ കയറി നിങ്ങൾ വീഡിയോ കാണുക. പിന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഹൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാവും. പിന്നെ നിങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരിലേക്ക് ഈ വീഡിയോസ് എത്തുള്ളൂ. അതോടൊപ്പം തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. അതിനു മുൻപ് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ മെമ്പർഷിപ്പ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. മെമ്പർഷിപ്പ് എടുത്താൽ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. ഓക്കെ, അത്തരം വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് മെമ്പർഷിപ്പ് എടുക്കാം. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് നിങ്ങൾക്കൂടെ കാണാം, ഇന്ത്യ ഗവൺമെൻറ് മിൻറ്റ് നോയിഡ. അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അവിടെ മാത്രമല്ല കേട്ടോ, UP മാത്രമല്ല, മറ്റു സ്ഥലങ്ങളിലൊക്കെ വേക്കൻസി ഉണ്ട്. പിന്നെ ഇവിടെ കാണാം നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് 28 മാർച്ചിലാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് ഇന്ത്യ ഗവൺമെൻറ് മിൻറ്റ് നോയിഡ എന്ന് പറയുന്നത് നമ്മുടെ സെക്യൂരിറ്റി പ്രിൻറ്റിംഗ് ആൻഡ് മിൻറ്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, അതായത് SPMCL എന്ന് പറയും. SPMCLൻ്റെ ഒരു 9 യൂണിറ്റിലൊരു യൂണിറ്റാണ് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് മിൻറ്റ് എന്ന് പറയുന്നത്, നോയിഡയിലുള്ള. അപ്പോൾ അതിലേക്ക് വിളിച്ചിരിക്കുന്ന വേക്കൻസി, അപ്പോൾ ഈ പറയുന്ന SPMCL എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ പറയുന്ന സെക്യൂരിറ്റി പേപ്പേഴ്സ് മാനുഫാക്ചർ ചെയ്യുക, അതുപോലെ നിങ്ങൾക്ക് കറൻസി ആൻഡ് ബാങ്ക് നോട്ട്സ് പ്രിൻറ്റ് ചെയ്യുക, പാസ്പോർട്ട്, അതുപോലെ നോൺ ജുഡീഷ്യൽ സ്റ്റാമ്പ് പേപ്പർ, ഇതൊക്കെ പ്രിൻറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ പോസ്റ്റേജ് സ്റ്റാമ്പ്സ്, അതുപോലെ നമ്മുടെ കോയിൻസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുക. അങ്ങനെ ഉള്ള പ്രധാനമായിട്ട് ഉള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സെൻട്രൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് ഈ പറയുന്ന SPMCL എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു യൂണിറ്റാണ് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് മിൻറ്റ് നോയിഡ എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്കാണ് നിലവിൽ വിളിച്ചിരിക്കുന്നത്. നോയിഡ മാത്രമല്ല, നിങ്ങൾക്ക് കാണാൻ പറ്റും മുംബൈ, കൊൽക്കത്ത, ഹൈദരാബാദ് ഒക്കെ വേക്കൻസികളുണ്ട്. അപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്ന വേക്കൻസികൾ നിങ്ങൾക്ക് ഇവിടെ നോക്കാം. ഇതിലേക്ക് സൂപ്പർവൈസർ എന്ന് പറയുന്ന കുറച്ച് കാറ്റഗറി വേക്കൻസി ഉണ്ട്. അതിൽ തന്നെ വിവിധ ഡിസിപ്ലിൻ ഉണ്ട്. അത് നിങ്ങൾ നോക്കുക. ടോട്ടൽ വേക്കൻസി ഞാൻ പറയുന്നുള്ളൂ. റിസർവ്ഡ് വേക്കൻസി ഇവിടെ കാണാം നിങ്ങൾക്ക്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ SCക്ക് മാത്രമേ വേക്കൻസി ഉള്ളൂ. അപ്പോൾ ഇവിടെ OBCക്ക് ഒരു വേക്കൻസി ഉണ്ട്. ഇത് ബാക്ക്ലോഗ് വേക്കൻസിയാണ്. ഈ ബാക്ക്ലോഗ് വേക്കൻസി എന്ന് പറഞ്ഞാൽ മുൻപത്തെ റിക്രൂട്ട്മെൻറ്റ് സൈക്കിളിൽ ഫില്ലാവാത്ത ഒഴിഞ്ഞു കിടക്കുന്ന ഒഴിവുകളാണ്. അപ്പോൾ അതിലേക്ക് അതത് റിസർവ്ഡ് കാൻഡിഡേറ്റ്സിന്, ആ റിസർവ്ഡ് കാറ്റഗറിയിൽപ്പെട്ട കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ PWBDക്ക് സ്യൂട്ടബിൾ ആയുള്ള പോസ്റ്റ് ഉണ്ട്, അവിടെ കാണിക്കും. എക്സ് സർവീസ്മാൻ ഉള്ളതാണെങ്കിൽ അവിടെ കാണിക്കും. പിന്നെ നിങ്ങളുടെ ഏജ് ലിമിറ്റ് ആണ് 18-30 ഏജ് ലിമിറ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ജനറൽ വേക്കൻസി ഒന്നും തന്നെ ഇല്ല. ഇവിടെ SCക്കും OBCക്കും ഒരു വേക്കൻസി ആണുള്ളത്. പിന്നെ അടുത്തത് നിങ്ങൾക്ക് സൂപ്പർവൈസർ കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഇത് നെയിം ഓഫ് മിൻറ്റ് ആണ്, എല്ലാം IGMM എന്നാണ്, IGMN എന്നുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. അതിൻ്റെ ഷോർട്ടായിട്ടൊക്കെ അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇത് IGMK ആണ് വരുന്നത് കേട്ടോ. ചിലത് IGMH വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഓരോന്നും ചെറിയ നോയിഡ എന്നുള്ളത് ഓരോന്നും മാറുമ്പോൾ അതിനനുസരിച്ച് മുംബൈ ആണെങ്കിൽ M വരും. ഓക്കെ, അങ്ങനെയാണത് വരുന്നത് കേട്ടോ. ഓക്കെ, അതിൻ്റെ ഒരു കോഡായിട്ട് കൊടുക്കുന്നതാണത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു വേക്കൻസിയാണ് IGMMൽ വന്നിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ഒരു വേക്കൻസി SCക്ക് ബാക്ക്ലോഗ് വേക്കൻസിയാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്തത് വന്നിരിക്കുന്നത് 2 വേക്കൻസി വന്നിട്ടുണ്ട്. ആ 2 വേക്കൻസിയിൽ ഒന്ന് ജനറൽ ഉണ്ട്. ഇപ്പോൾ ജനറലിൽ നിങ്ങൾക്ക് വേക്കൻസി കണ്ടാൽ ഏത് കാൻഡിഡേറ്റ്സിനും അതിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അൺറിസർവ്ഡ് വേക്കൻസിയാണ്, ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അതായത് ഏത് കാറ്റഗറിയിൽപ്പെട്ടവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഇവിടെ കണ്ടോ നിങ്ങൾക്ക് OBCക്ക് ഒരു വേക്കൻസിയും റിസർവ്ഡ് ഉണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് നിങ്ങൾക്ക് സൂപ്പർവൈസറിൽ 2 വേക്കൻസിയാണ്. അതിലൊന്ന് ജനറൽ ഉണ്ട്, ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. പിന്നെ ഒന്ന് SCക്കാണ്. പിന്നെ വരുന്നത് നിങ്ങൾക്കൂടെ കാണാം IGMM എന്നാണ്. ഇതൊക്കെ മുംബൈ ആണ്. ഓക്കെ, മറ്റത് H വരുന്നത് പിന്നെ ഹൈദരാബാദാണ് വരും കേട്ടോ. ഓക്കെ, ഇവിടെ കണ്ടോ IGMH. ഓക്കെ, സോറി, IGMH ഉണ്ടോ? സോറി, ഇത് പോയോ, ഒരു മിനിറ്റ്. യെസ്, ഇതാ IGMH. ഓക്കെ, IGMH എന്നുള്ളത് നിങ്ങൾക്ക് ഇതാണ്, ഹൈദരാബാദാണ് വരിക. ഓക്കെ, അപ്പോൾ അതിന് ഒരു പ്ലേസിനാണ് ലാസ്റ്റ് ലെറ്റർ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ സൂപ്പർവൈസറിൽ നിങ്ങൾക്ക് ഒരു വേക്കൻസി, ഇവിടെ ഒരു വേക്കൻസി. ഇതിലൊന്നും ജനറൽ വേക്കൻസി ഇല്ല, ബാക്ക്ലോഗ്, ഇത് ബാക്ക്ലോഗ് ആണ്. അപ്പോൾ അത് ആ കാറ്റഗറി ഉള്ളവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. പിന്നെ അതുപോലെ തന്നെ ജൂനിയർ ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 3 വേക്കൻസി ഉണ്ട്. അതിലൊരു വേക്കൻസി ജനറൽ ഉണ്ട്, പിന്നെ ബാക്ക്ലോഗ് വേക്കൻസി. പിന്നെ ഇവിടെ നമുക്കൊരു
OBC ഒരു വേക്കൻസി ഉണ്ട്. അപ്പോൾ റിസർവ്ഡ് വേക്കൻസി ഞാൻ പറയുന്നില്ല, നിങ്ങളിത് നോക്കുക. ഒക്കെ ഏജ് ലിമിറ്റ് ഇവിടെ നോക്കട്ടെ. 18 to 30, 18 to 28 ഒക്കെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഓക്കെ, ഏജ് റിലാക്സേഷൻ ഒക്കെ ഉണ്ടാവും റിസർവ്ഡ് വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ 6 വേക്കൻസി വരുന്നുണ്ട്, ഇവിടെ 4 വേക്കൻസി വരുന്നുണ്ട്. അതിലൊക്കെ ജനറൽ വേക്കൻസിൻ്റെ ആർക്കാണെങ്കിൽ അപ്ലൈ ചെയ്യാം. പിന്നെ ജൂനിയർ നിൽക്കണ ബുളിയൻ അസിസ്റ്റൻ്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 3 വേക്കൻസി ജനറൽ, ടോട്ടൽ 3, അതിൽ 3 ജനറലാണ്, ആർക്കാണെങ്കിൽ അപ്ലൈ ചെയ്യാം. 2 വേക്കൻസി ഇവിടെ ഉണ്ട്, അവിടെ നമുക്ക് നോയിഡ ആണ്, അതിൽ 1 വേക്കൻസി ജനറലിൻ്റെ, ബാക്കി റിസർവ് വേക്കൻസിയാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ വരുന്നത് ജൂനിയർ ഹിന്ദി ടൈപ്പിസ്റ്റ് ആണ്, 1 വേക്കൻസി, 1 വേക്കൻസി ജനറലാണ്, ആർക്കാണ് അപ്ലൈ ചെയ്യാം. ലബോറട്ടറി അസിസ്റ്റൻറ്റ് 1 വേക്കൻസിയാണ്, 1 വേക്കൻസി ജനറലാണ്, ആർക്കാണെങ്കിൽ അപ്ലൈ ചെയ്യാം. പിന്നെ ജൂനിയർ ടെക്നീഷ്യൻ ഫിറ്റർ ആണ്, 18 വേക്കൻസി ഉണ്ട്, അതിൽ 10 വേക്കൻസി ജനറലാണ്, ബാക്കി റിസർവ് വേക്കൻസി ഉണ്ട്. നിങ്ങൾക്ക് അതത് കാൻഡിഡേറ്റ്സ് അങ്ങനെ അപ്ലൈ ചെയ്യാം. അത് നമ്മുടെ മുംബൈ ആണ്. നോയിഡ ആണെങ്കിൽ 13 വേക്കൻസി ഉണ്ട്. ഓക്കെ, അതിൽ 8 വേക്കൻസി ജനറൽ ഉണ്ട്. പിന്നെ ഹൈദരാബാദ് ആണെങ്കിൽ ഒരു 6 വേക്കൻസിയാണ്. ഓക്കെ, ഇത് നോയിഡ അല്ലേ, ഇത് പിന്നെ കൊൽക്കത്ത അല്ലേ പറഞ്ഞത് അല്ലേ? യെസ്, അത് കൊൽക്കത്ത, നോയിഡ അല്ലേ, ഇത് നോയിഡ അല്ല കേട്ടോ, ഒന്നുകൂടെ പറയാം. യെസ്, ഇവിടെ കാണാം നിങ്ങൾക്ക്, ഇത് കൊൽക്കത്ത 13 വേക്കൻസി, അതിൽ 8 വേക്കൻസി ജനറൽ. മുംബൈ 18 വേക്കൻസി, അതിൽ 10 വേക്കൻസി ജനറൽ. ബാക്കിയുള്ള റിസർവ് വേക്കൻസി ഞാൻ പറയുന്നില്ല, നിങ്ങൾ നോക്കുക ടാബിൾ. ഇത് ഹൈദരാബാദ് ആണ്, 13 വേക്കൻസിയിൽ 6 വേക്കൻസി ജനറൽ ഉണ്ട്, ബാക്കി ഉള്ള റിസർവ് വേക്കൻസിയും കാണാം. ഇനി നോയിഡ 3 വേക്കൻസിയിൽ 2 വേക്കൻസിയാണ് ജനറൽ, ബാക്കി 1 വേക്കൻസി OBC കേട്ടാണ് കേട്ടോ. അപ്പോൾ അത് നോക്കുക. ഇനി അടുത്തത് ഇവിടെ 11ാമത്തത് ജൂനിയർ ടെക്നീഷ്യൻ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 3 വേക്കൻസിയാണ്, 3 വേക്കൻസിയും ജനറലാണ് കേട്ടോ. പിന്നെ വരുന്നത് ഇത് ജൂനിയർ ടെക്നീഷ്യൻ തന്നെ, ട്രേഡ് മാറും. അതിലേക്ക് മുംബൈ ആണ് 2, കൊൽക്കത്ത ആണെങ്കിൽ 5 വേക്കൻസി, നോയിഡ ആണ് 2. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പ്രിഫറൻസ് ഒക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ. ഇതിലൊക്കെ ജനറൽ വേക്കൻസിൻ്റെ ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. പിന്നെ കാർപ്പൻട്രിയിൽ അതുപോലെ തന്നെ ഇലക്ട്രീഷ്യനിലും ജനറൽ വേക്കൻസി ഇല്ല, അതിൽ റിസർവ്ഡ് വേക്കൻസീസ് ആണ് കേട്ടോ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഗോൾഡ് സ്മിത്ത് നിങ്ങൾക്ക് 1 വേക്കൻസി, 1 വേക്കൻസി ജനറലാണ്. പിന്നെ അതുപോലെ തന്നെ മെൽറ്ററിൽ 2 വേക്കൻസി, 2 വേക്കൻസി ജനറലാണ്, ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അങ്ങനെ ആകെ മൊത്തം 94 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റിസർവ്ഡ് വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. എല്ലാം റിസർവ്ഡ് കാൻഡിഡേറ്റ്സ് ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ റിസർവേഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നിങ്ങളെയും ജനറൽ കാൻഡിഡേറ്റ്സ് തന്നെയാണ് പരിഗണിക്കുക. അപ്പോൾ ജനറൽ വേക്കൻസിയിലേക്ക് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. പിന്നെ PWBD കാൻഡിഡേറ്റ്സ് സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്താണ് ഓരോ പോസ്റ്റിനും എന്തൊക്കെയാണ് അതിൻ്റെ സ്യൂട്ടബിലിറ്റി, ഏതൊക്കെ കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ അവർക്കും നോക്കാവുന്നതാണ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് നമ്മളിനി പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ സൂപ്പർവൈസറിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഉണ്ടായിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവുമല്ലോ ഡിവിഷൻസ്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, അപ്പോൾ അതിന് എത്ര പെർസെൻറ്റേജ്, ചില യൂണിവേഴ്സിറ്റി 60 ആയിരിക്കും, ചിലത് 65 ആയിരിക്കും. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ മിനിമം 60% മാർക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഹയർ ക്വാളിഫിക്കേഷൻ BA or BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗിൽ BSc or BE or BTech ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. അതൊക്കെ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ യാതൊരു എക്സ്പീരിയൻസും വേണ്ട. ഇനി അടുത്ത സൂപ്പർവൈസർ നിങ്ങൾക്കൂടെ കാണാം, അതൊക്കെ ഡിസിപ്ലിൻ മാറുന്നുണ്ട് കേട്ടോ, മെക്കാനിക്കൽ ആകുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ, അതല്ലെങ്കിൽ BA or BTech BSc എഞ്ചിനീയറിംഗ് മെക്കാനിക്കലിൽ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത ഇലക്ട്രിക്കൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഉണ്ട്, അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ BA or BTech നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ BSc ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി സൂപ്പർവൈസർ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ മെറ്റലർജിയിലുള്ള ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഉണ്ട്, അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി ഉയർന്ന ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള BA or BTech BSc എഞ്ചിനീയറിംഗ് മെറ്റലർജിയിൽ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി ജൂനിയർ ഓഫീസ് അസിസ്റ്റൻറ്റ് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് വേണ്ടത്. പിന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ ഇംഗ്ലീഷിൽ ഒരു 40 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള സ്പീഡിൽ ടൈപ്പ് ചെയ്യാൻ സ്പീഡ് ഉണ്ടായിരിക്കണം. ഇനി ഹിന്ദിയിലാണെങ്കിൽ അത് 30 വേർഡ് പെർ മിനിറ്റ് മതി, ഏതെങ്കിലും ഒന്ന് മതി, ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഹിന്ദിയോ മതി. ഇത് എക്സർവൈസ്മാൻ ഉള്ളതാണ്, അങ്ങനെ ആരും ഡൗട്ട് എന്തുകൊണ്ട് ചോദിക്കുക നിങ്ങൾ. പിന്നെ ജൂനിയർ ഹിന്ദി ടൈപ്പിസ്റ്റ് ആണ്, ഇതിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രി മതി. പിന്നെ കമ്പ്യൂട്ടറിലെ നോളജ് വേണം, ഇവിടെയും കമ്പ്യൂട്ടറിലെ നോളജ് വേണം കേട്ടോ. ഓഫീസ് അസിസ്റ്റൻറ്റിലും കമ്പ്യൂട്ടറിലെ ബേസിക് നോളജ് വേണം. അതേപോലെ ടൈപ്പിംഗ് സ്പീഡ് ഹിന്ദിയിൽ നമുക്കൊരു 30 വേർഡ് പെർ മിനിറ്റിൽ ടൈപ്പ് ചെയ്യാൻ അറിയെങ്കിൽ ജൂനിയർ ഹിന്ദി ടൈപ്പിസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ടെക്നിക്കൽ കൺട്രോൾ അല്ലെങ്കിൽ ബുലിയനിലേക്കുള്ള കാറ്റഗറി വേക്കൻസികളാണ്. ഇവിടേക്ക് ഇൻഗ്രേവർ ഉണ്ട്, ഇതിലേക്ക് സ്കൾപ്ചർ ഓർ മെറ്റൽ വർക്ക്സ് ഉണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ബാച്ചലർ ഓഫ് ഫൈൻ ആർട്സ് ആണ്, സ്കൾപ്ചറിലുള്ള 55% മാർക്കോട് പാസ്സാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ബാച്ചലർ ഓഫ് ഫൈൻ ആർട്സ് നിങ്ങൾക്ക് മെറ്റൽ വർക്ക്സിൽ 55 മാർക്കോട് പാസ്സാണെങ്കിൽ അത് വെച്ചിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ജൂനിയർ ബുലിയൻ അസിസ്റ്റൻ്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഗ്രാജുവേഷനാണ് ഏതെങ്കിലും വിഷയത്തിലുള്ള, അതോടൊപ്പം കമ്പ്യൂട്ടർ നോളജ് വേണം. പ്ലസ് കമ്പ്യൂട്ടറിൽ ഇംഗ്ലീഷിൽ 40 വേർഡ് പെർ മിനിറ്റുള്ള സ്പീഡിൽ ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഹിന്ദിയിലാണെങ്കിൽ 30 വേർഡ് പെർ മിനിറ്റ് മതി, ഏതെങ്കിലും ഒന്ന് മതി എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ലബോറട്ടറി അസിസ്റ്റൻ്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സയൻസ്, BSc
ഓക്കെ, കെമിസ്ട്രി ഒരു മേജർ സബ്ജക്റ്റ് ആയിട്ട് 55% മാർക്കോടുകൂടി BSc കഴിഞ്ഞവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് ടെക്നിക്കൽ കാറ്റഗറി പോസ്റ്റാണ്, ജൂനിയർ ടെക്നിക് ഫിറ്റർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ITI കഴിഞ്ഞിരിക്കുക, ഫിറ്റർ ട്രേഡിൽ NCVT ആണെങ്കിൽ SCVT ഏത് കൗൺസിലാണെങ്കിലും പറ്റും കേട്ടോ. ഇനി അതുപോലെ തന്നെ ജൂനിയർ ടെക്നീഷ്യൻ അറ്റൻഡൻറ്റ് ഓപ്പറേറ്റർ കെമിക്കൽ പ്ലാന്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ITI കഴിഞ്ഞിരിക്കുക എന്നുള്ളത് തന്നെയാണ്. NCVT ഒരു SCVT കെമിക്കൽ പ്ലാന്റ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ അറ്റൻഡൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്ന കെമിക്കൽ പ്ലാന്റ് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ITI കഴിഞ്ഞെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി ടേണർ ആണെങ്കിൽ ടേണർ ട്രേഡിൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി കാർപ്പൻട്രി ആണെങ്കിൽ കാർപ്പൻട്രി ട്രേഡിൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ ഇലക്ട്രീഷ്യനിൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഗോൾഡ് സ്മിത്ത് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഗോൾഡ് സ്മിത്ത് ട്രേഡിൽ 2 വർഷം ഡ്യൂറേഷനുള്ള ITI കഴിഞ്ഞിരിക്കണം. പ്ലസ് എന്താണ് 1 ഇയർ നിങ്ങൾ അപ്രൻറ്റിഷിപ്പ് ചെയ്തിരിക്കണം. അത് നാഷണൽ അപ്രൻറ്റിഷിപ്പ് സർട്ടിഫിക്കറ്റ് നിങ്ങളെ കയ്യിൽ വേണം. അപ്പോൾ 2 വർഷത്തെ ITI മാത്രം വെച്ചിട്ട് ഗോൾഡ് സ്മിത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഗോൾഡ് സ്മിത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, 2 വർഷം ഡ്യൂറേഷനുള്ള ITI കഴിഞ്ഞിരിക്കണം. പ്ലസ് അഡീഷണലി നിങ്ങൾക്ക് എന്ത് വേണം, നാഷണൽ അപ്രൻറ്റിഷിപ്പ് സർട്ടിഫിക്കറ്റ് നിങ്ങളെ കയ്യിൽ വേണം. ഓക്കെ, ഇനി അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 2 വർഷം ഡ്യൂറേഷനുള്ള ITI ഫിറ്റർ കഴിഞ്ഞവർക്കും ഗോൾഡ് സ്മിത്തിലേക്ക് അപ്ലൈ ചെയ്യാം. പ്ലസ് 1 ഇയർ അപ്രൻറ്റിഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ മതി കേട്ടോ, അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ 2 ഇയർ ഡ്യൂറേഷനുള്ള ITI ഫിറ്ററിൽ നിങ്ങൾ എന്താണ് ITI കഴിഞ്ഞിരിക്കുക, പ്ലസ് എന്താണ് 1 ഇയർ ഡ്യൂറേഷനുള്ള അപ്രൻറ്റിഷിപ്പ് സർട്ടിഫിക്കറ്റ് നമ്മളെ കയ്യിൽ വേണം. ഓക്കെ, അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഗോൾഡ് സ്മിത്തിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി മെൽറ്റർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഫൗണ്ടറി ട്രേഡിൽ ITI സർട്ടിഫിക്കറ്റ് കഴിഞ്ഞവർക്ക് ITI സർട്ടിഫിക്കറ്റുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് വേക്കൻസി കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അത് നല്ലൊരു അവസരമാണ്, നിങ്ങളുടെ കൂട്ടുകാരെ മാക്സിമം അയച്ചു കൊടുക്കുക. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണ്, ഏറ്റവും സ്യൂട്ടബിൾ ആയുള്ള പോസ്റ്റിലേക്ക് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഒരു പോസ്റ്റിലേക്ക് മാത്രം അപ്ലൈ ചെയ്യുക. കാരണം മേ ബി ഇതിൻ്റെ എക്സാം കാര്യങ്ങളൊക്കെ എന്താണ് മൾട്ടിപ്പിൾ പോസ്റ്റിന് സെയിം ഡേ ഒക്കെ നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്നിലധികം പോസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്താൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയുള്ള പോസ്റ്റ് നിങ്ങൾ നോക്കിയിട്ട് അതിലേക്ക് അപ്ലൈ ചെയ്യുക. റിക്രൂട്ട്മെൻറ്റ് ആക്ടിവിറ്റി ഷെഡ്യൂളാണ്. ഇതിലേക്ക് ഓപ്പണിംഗ് ഡേറ്റ് 28 മാർച്ച് മുതൽ, അതായത് മാർച്ച് 28 മുതൽ ഏപ്രിൽ 27 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ അപ്ലൈ ചെയ്യാനും ഫീ ഡെപ്പോസിറ്റ് ചെയ്യാനൊക്കെയുള്ള സമയമാണ്. അപ്പോൾ ഇതിൻ്റെ അപ്ലൈ ചെയ്യേണ്ടതും ഫീ ഡെപ്പോസിറ്റ് ചെയ്യേണ്ട അവസാന ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 27 വരെ നിങ്ങൾക്ക് സമയമുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ വെബ്സൈറ്റ് ലിങ്ക് ക്ലോസ് ആകുന്നത് നമ്മൾ പറഞ്ഞു 27 ഏപ്രിൽ ആണ്. പിന്നെ ഇതിൻ്റെ അഡ്മിറ്റ് കാർഡൊക്കെ പിന്നീട് അറിയിക്കും എപ്പോഴാണ് വരാമെന്ന്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് മെയ് ജൂൺ 2026 ഇനി ചില പോസ്റ്റിലേക്ക് നമ്മൾ പറഞ്ഞു ടൈപ്പിംഗ് ടെസ്റ്റ് അതുപോലെ സ്കിൽ ടെസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ജൂൺ ജൂലൈ 2026. റിസൾട്ട് ജൂലൈ ഓഗസ്റ്റ് 2000. പെട്ടെന്ന് തന്നെ റിസൾട്ടും കാര്യമൊക്കെ വരും കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കൊരു ജോലി നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിലേക്ക് വേറൊരു കാര്യം പാടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അതും പാടെ ഒന്ന് കേൾക്കട്ടോ. അത് ഞാൻ വീഡിയോ മറ്റൊരു ഭാഗത്ത് പറയാം, കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നൊരു കാര്യമാണ്. നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തുതരും. അപ്പോൾ ഇതിൽ SC/ST ആണെങ്കിൽ 5 വർഷം, OBCക്ക് 3 വർഷം, OBC NCL ആണെങ്കിൽ ഇതൊക്കെ നിങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിനുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റ് വാലിഡായ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായിരിക്കണം. PWBD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10 മുതൽ 5 വർഷം വരെ ഏജ് റിലാക്സേഷൻ്റെ പിന്നെ എക്സ് സർവീസ്മാനും ഡിപ്പാർട്ട്മെൻറ്റൽ നിലവിൽ SPCIയിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഏജ് റിലാക്സേഷൻ കാര്യങ്ങളുണ്ടാവും. എക്സാം ഫീ നല്ലൊരു എമൗണ്ട് ഉണ്ട്, 1000 രൂപ വരും കേട്ടോ ജനറൽ EWS OBC കാറ്റഗറിക്ക്. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സിൻ്റെ എക്സാമിനേഷൻ ഫീ ഇല്ല. പക്ഷേങ്കിലും അവർ ഒരു സർവീസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടൊരു 200 രൂപ എന്ത് ചെയ്യണം, നമ്മൾ അടയ്ക്കണം കേട്ടോ ഓൺലൈനായിട്ട്. ഓക്കെ, SC/ST പിന്നെ PWBD കാൻഡിഡേറ്റ്സ് 200 രൂപ, ബാക്കിയുള്ളവർക്ക് 1000 രൂപ വരും. സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ എക്സാം ആണ് മെയിനായിട്ട് നടക്കുക. അതൊക്കെ സൂപ്പർവൈസർ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള പോസ്റ്റിലേക്കൊക്കെ ജനറൽ അരിത്മെറ്റിക് അതുപോലെ ലോജിക്കൽ റീസണിങ് 25, മറ്റേത് 20, പിന്നെ ടെക്നിക്കൽ പ്രൊഫഷണൽ നോളജുമായി ബന്ധപ്പെട്ട് 105 ക്വസ്റ്റ്യൻ 105 മാർക്ക്, ടോട്ടൽ 150 മാർക്കുള്ള സെലക്ഷൻ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ഇൻഗ്രേവർ എന്ന് പറയുന്ന പോസ്റ്റ് സ്കൾപ്ചർ മെറ്റൽ വർക്സിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 150 മാർക്ക് തന്നെയാണ്. അതുപോലെ ജനറൽ അരിത്മെറ്റിക് റീസണിങ്ങും പിന്നെ ടെക്നിക്കൽ പ്രൊഫഷണൽ നോളജ്, പിന്നെ അതുപോലെ ലബോറട്ടറി അസിസ്റ്റൻ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ജനറൽ അരിത്മെറ്റിക് അതുപോലെ ടെക്നിക്കൽ പ്രൊഫഷണൽ നോളജും കാര്യങ്ങളും 150 മാർക്ക് 150 ക്വസ്റ്റ്യൻ. സിലബസ് ഒക്കെ ഇതിലുണ്ട്. പിന്നെ ഈ പറയുന്ന പോസ്റ്റുകൾക്കെല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പോസ്റ്റുകൾക്കെല്ലാം ഈ പറയുന്ന രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജനറൽ അരിത്മെറ്റിക് ലോജിക്കൽ റീസണിങ് പിന്നെ നിങ്ങളുടെ ടെക്നിക്കൽ പ്രൊഫഷണൽ നോളജ് 120 ക്വസ്റ്റ്യൻ 120 മാർക്കാണ്. പിന്നെ അതുപോലെ തന്നെ ജൂനിയർ ഓഫീസ് അസിസ്റ്റൻറ്റ് അതുപോലെ ജൂനിയർ ബുലിയൻ അസിസ്റ്റൻറ്റ് അതുപോലെ ഹിന്ദി ടൈപ്പിസ്റ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് റിട്ടൺ ടെസ്റ്റും ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ടൈപ്പിംഗ് ടെസ്റ്റും ഉണ്ടാകും. റിട്ടൺ ടെസ്റ്റ് ആണെങ്കിൽ ജനറൽ അവയർനെസ്, കമ്പ്യൂട്ടർ നോളജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് ആപ്റ്റിറ്റ്യൂഡ് ഇതൊക്കെയാണ് ഉണ്ടാകുക. അതിൻ്റെ വെയിറ്റേജ് ഇവിടെ കാണാം, 150 ക്വസ്റ്റ്യൻ 150 മാർക്ക്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ടൈപ്പിംഗ് ടെസ്റ്റും കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, പിന്നെ ഇതിൻ്റെ സിലബസ് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ സിലബസും കാണാം. പിന്നെ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എടുത്ത് ഫോട്ടോഗ്രാഫ് ഉണ്ടായിരിക്കണം. ഫയൽ സൈസ് 20-50 KB ഫയൽ സൈസ് ആയിരിക്കണം. സിഗ്നേച്ചർ ഇവിടെ കാണാം, ബ്ലാക്ക് ഇങ്ക് വൈറ്റ് പേപ്പറിലുള്ള ഡയമെൻഷനൂടെ പറയേണ്ടത് ശ്രദ്ധിക്കണം. പിന്നെ ബ്ലാക്ക് ഇങ്ക്
വൈറ്റ് പേപ്പറിൽ 10 to 20 KB. പിന്നെ അതുപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്ററിലൊന്നും ചെയ്യരുത് കേട്ടോ. അതുപോലെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ വേണം 20 to 50 KB ഡയമെൻഷനോടെ പറയുന്നുണ്ട്. ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാനിവിടെ ഒരു റോസ് കളറിൽ മാർക്ക് ചെയ്തതോടെ നിങ്ങൾ ഒരു വൈറ്റ് പേപ്പറിലേക്ക് പകർത്തിയിട്ട് അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതുക, ഇതുപോലെ എഴുതുക, അതിൽ മാറ്റങ്ങളൊന്നും വരുത്താൻ പാടില്ല. ഇവിടെ നിങ്ങളുടെ നെയിം ഓഫ് കാൻഡിഡേറ്റ്സ്, ഇവിടെ നിങ്ങളുടെ പേര് എഴുതുക, ഓക്കെ, ഫുൾ നെയിം ചെയ്താൽ. എന്നിട്ട് അതെന്ത് ചെയ്യുക, നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻസും ഫയൽ സൈസോടെ പറയുന്നുണ്ട്. അപ്പോൾ അത്രയും ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നതാണ്. നിങ്ങൾക്ക് ഓരോ പോസ്റ്റും കാര്യങ്ങളും ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് ഇപ്പോൾ സൂപ്പർവൈസർ എന്ന് പറയുന്ന എല്ലാ ഡിസിപ്ലിനും അതിൻ്റെ ഓരോന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പം ഇതിപ്പോൾ ജനറലായിട്ട് സൂപ്പർവൈസർ എന്ന് പറയുന്ന ജനറലായിട്ട് വരുന്ന പേപ്പറാണ്. അതിൽ സ്പെഷ്യലായിട്ട് വരുന്ന മെക്കാനിക്കൽ സ്ട്രീം റിലേറ്റഡ് ആയിട്ടുള്ള അതുപോലെ ഓരോന്നും നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ളുണ്ട്. അങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് ഇതൊന്ന് നോക്കിയിട്ട് കണ്ടെത്തി അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. വേറെ നമ്മൾ സിലബസും തിരഞ്ഞ് പോകേണ്ട ആവശ്യമില്ല, ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്. ഇനി ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾക്ക് എന്താ പറയുക, നമ്മൾ ഇപ്പം നിങ്ങളുടെ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ചില ഉദ്യോഗാർത്ഥികൾ എന്താണെന്ന് വെച്ചാൽ ഇത്തരം പല എക്സാമുകൾക്കും പ്രിപ്പറേഷനൊക്കെ എടുക്കുന്നവരുണ്ടാകാം, ചിലർ സ്റ്റാർട്ടിങ്ങിലായിരിക്കാം. അപ്പോൾ ഇപ്പം നമ്മളൊരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ നമ്മളൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫീ എമൗണ്ട് നമുക്ക് വരുന്നുണ്ടാകാം. അപ്പോൾ അത് നമുക്ക് ചിലപ്പം നമുക്ക് ആ ഒരു എമൗണ്ട് നമ്മളെ സംബന്ധിച്ച് ചിലപ്പം വലിയ എമൗണ്ട് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു കമ്പൈൻ സ്റ്റഡി ചെയ്യാം. അത് നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ പറയാം, അതിനനുസരിച്ചിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ അതിലെന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, നമ്മൾ ഒന്നുമായിട്ട് ചെയ്യുന്നില്ല, നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നിങ്ങൾ മെറ്റീരിയൽ അതായത് ഇപ്പോൾ ഞാൻ സിലബസ് ഇവിടെ നമുക്കുണ്ടല്ലോ, ഈ സിലബസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതിൻ്റെ സിലബസ് എടുത്തിട്ട് കാണിക്കും. ജനറലായിട്ട് വരുന്നത്, അപ്പോൾ നിങ്ങൾക്ക് സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ട് ചില എക്സ്പേർട്ടായിരിക്കും ചില സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ചില ടോപ്പിക്കിൽ അവർ ഭയങ്കര എക്സ്പേർട്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ ഫോർ എക്സാമ്പിൾ ഇവിടെ കണ്ടോ നിങ്ങൾ, ഇവിടെ ഇപ്പോൾ നമ്മൾ ജനറൽ അരിത്മെറ്റിക് ആണെങ്കിൽ ഇതിൽ ചിലപ്പോൾ LCM HCF ഒക്കെ നല്ല രീതിയിൽ അറിയുന്നവരുണ്ടാവും. ഇനിയിപ്പോൾ അതല്ല ലോജിക്കൽ റീസണിങ്ങുമായി ബന്ധപ്പെട്ട് കുറച്ച് ഐഡിയ ഉള്ളവരുണ്ടാകാം. ഇനി അതല്ല നിങ്ങളുടെ സബ്ജക്റ്റ്, അതായത് നിങ്ങളുടെ ടെക്നിക്കലുമായി, അത് മീൻസ് നിങ്ങളുടെ റിലവൻറ്റ് ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ടുള്ള നോളജ് നല്ല നോളജ് ഉള്ളവരുണ്ടാകും. അത് ചില മേഖല ഇപ്പം എന്താണ് തിയറി ഓഫ് മെഷീൻസ് ആൻഡ് മെഷീൻ ഡിസൈന് ഇതുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം അറിയുന്നവരുണ്ടാകും. ചിലവർക്ക് അതറിയും. ഇത് എൻജിനീയറിങ് മെക്കാനിക്സും ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് വീക്കായിരിക്കാം. അപ്പോൾ ഇങ്ങനെ പല ആളുകൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ആപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഇട്ടിട്ട് നിങ്ങൾക്ക് ഏത് സമയത്തും അത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് വാട്സപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് തന്നെ ഒരു കമ്പൈൻ സ്റ്റഡി എന്നുള്ള ലെവലിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ താല്പര്യം വേണം കേട്ടോ. വെറുതെ വന്ന് ജോയിൻ ചെയ്തിരുന്നിട്ട് കാര്യമില്ല, ആരും ഉണ്ടാക്കി തരില്ല. നമ്മൾ തന്നെ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളൊരു ടോപ്പിക് എടുക്കുക, ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള ബുക്കുകൾ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ കോളേജിലൊക്കെ ബന്ധമുണ്ടെങ്കിൽ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ലൈബ്രറി പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള ലൈബ്രറി പോവുക, അല്ലെങ്കിൽ ഡിജിറ്റൽ ലൈബ്രറി അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമൊക്കെ നമുക്ക് ഉപയോഗിക്കാം. മീൻസ് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ഗൂഗിളിൽ തന്നെ പല ഫ്രീ ബുക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടോ അതിൽ നിന്നൊക്കെ നമ്മളത് എടുത്ത് നമ്മളുടേതായുള്ള രീതിയിൽ നമ്മൾ നോട്ടൊക്കെ ഉണ്ടാക്കുക. എന്നിട്ട് അത് സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ ആ ഗ്രൂപ്പ് വഴി കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ആപ്പ് ഉണ്ടല്ലോ, ആപ്പ് വഴി നമുക്ക് കൊടുക്കാൻ പറ്റും. അത് ഓരോന്നിനും നമുക്ക് ടോപ്പിക്കൊക്കെ ഇട്ട് അല്ല വളരെ വൃത്തിയിൽ നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് ഉണ്ടാവില്ല, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളിതാ ഇവിടേക്കാണ് വരിക. ഓക്കെ, ഇന്ത്യ ഗവൺമെൻറ് മിൻറ്റ് ഈ ഒരു പേജിലേക്ക് വരെ ഇവിടെ കണ്ടോ നിങ്ങൾക്ക്, ഇവിടെ നമ്മുടെ ഇതുണ്ട്, എന്താണ്, ഇൻസ്റ്റഗ്രാം ഉണ്ട്. ഈ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അതിൽ ഇൻസ്റ്റഗ്രാം ചാനലുണ്ട്. ഓക്കെ, ഇൻസ്റ്റഗ്രാം ചാനലുണ്ട്. നമ്മുടെ ആ ഇൻസ്റ്റഗ്രാം ചാനലിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഇവിടെ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്താണ്. വാട്സപ്പിൽ ഞാൻ ഇൻസ്റ്റഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഇട്ടുതരാം. നിങ്ങൾക്ക് എളുപ്പത്തിന് ഇവിടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്താൽ ഞാൻ ഇൻസ്റ്റഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഇട്ടുതരാം. അപ്പോൾ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ അതിലൂടെ നമുക്ക് അപ്ഡേഷൻസും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞുതരാം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. കൂടുതൽ കമൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങി നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് എന്ത് ചെയ്യണം, നോട്ട്സൊക്കെ ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒന്നും ചെയ്യാതിരിക്കുന്നതിലും നമ്മളിത് എന്തെങ്കിലുമൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. മറ്റിപ്പോൾ നമ്മളൊരു ബുക്കൊക്കെ വാങ്ങുകയെന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവാണ്. ഒരാൾ എത്ര ബുക്ക് വാങ്ങേണ്ടി വരും നമ്മൾ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ ജനറലുമായി ബന്ധപ്പെട്ട് ജനറൽ പേപ്പറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജനറൽ അരിത്മെറ്റിക്, ലോജിക്കൽ റീസണിങ് ഇതിൻ്റെയൊക്കെ ബുക്കൊക്കെ വാങ്ങുമ്പോൾ അതിന് സെപ്പറേറ്റ് നമ്മൾ വാങ്ങണം. പിന്നെ നമ്മുടെ ഡിസിപ്ലിൻ റിലേറ്റഡ് ആയിട്ട് വേറെ ബുക്ക് വാങ്ങണം.
അത് വാങ്ങിയാൽ തന്നെ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും അത്ര നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിക്കോളുന്നില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കമ്പൈൻ സ്റ്റഡി ചെയ്യാൻ പറ്റുന്നൊരു അവസരമാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപ്ലൈ നൗ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അപ്ലൈ നൗ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പോസ്റ്റിലേക്ക് വരും. ഇവിടെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ഐക്കൺസ് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യാം. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾ വാട്സപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ ഏതെങ്കിലും ഒരു ചാനലിലാണ് ജോയിൻ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ ടെലിഗ്രാമിൽ ചെയ്താലും കുഴപ്പമില്ല, ഞാൻ അവിടെ ഇവിടെ ആയി പോകേണ്ട വെച്ചിട്ടാണ്. ഓക്കെ, താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് കാണാം. ഈ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ റീഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഭാഗമുണ്ട്, ഇവിടെ നിങ്ങൾക്ക് കണ്ടോ ക്ലിക്ക് ചെയ്യുമെന്ന് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു പോർട്ടലിലേക്കാണ് എത്തുന്നത്. നിങ്ങൾക്കാണ് SPCIL റിക്രൂട്ട്മെൻറ്റ് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റും ക്ലോസിംഗ് ഡേറ്റും ഒക്കെ ഇവിടെ കൊടുത്ത് കാണാം നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ കണ്ടോ ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് കാണാം, അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ബേസിക് ഡീറ്റെയിൽസും പേഴ്സണൽ ഡീറ്റെയിൽസും ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 5 സ്റ്റെപ്പാണുള്ളത്. ലാസ്റ്റാണ് പേയ്മെൻറ്റ്, ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ്, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ കാണാം ന്യൂ രജിസ്ട്രേഷൻ, റൈറ്റ് സൈഡ് താഴെ തന്നെ കാണാം ആപ്ലിക്കൻ്റ് ലോഗിൻ എന്ന് പറഞ്ഞിട്ട്. ഓൾറെഡി രജിസ്റ്റർ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്താൽ ലോഗിൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പം നമ്മളിതുവരെ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഡിക്ലറേഷൻ കൊടുക്കണം. ഡിക്ലറേഷൻ കൊടുക്കണമെങ്കിൽ എനിക്കിവിടെ കാണാം ക്ലിക്ക് ലിങ്ക് ടു റീഡ് ഫസ്റ്റ് എന്നുള്ളത്. നമ്മൾ ആ ഒരു നോട്ടിഫിക്കേഷൻ റീഡ് ചെയ്ത് എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള സംഭവമാണ്. ജസ്റ്റ് നമ്മളതിൽ ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആയി വരും. അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾ നല്ല രീതിയിൽ നോക്കുക. അതിന് ശേഷം നമ്മൾ ഇവിടെ ടിക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് എന്ന് കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പേരൊക്കെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണോ അതേപോലെ നിങ്ങൾ കൊടുക്കണം. ഇത് ആധാർ കാർഡിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, മെയിൽ ID, പിന്നെ നമ്മളൊരു പാസ്വേഡ് മാനുവലായിട്ട് ക്രിയേറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ കൺഫേം ചെയ്ത് പ്രൊസീഡ് ടു ഒതൻറ്റിക്കേഷൻ എന്നുള്ള കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്തിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ. അങ്ങനെ നമ്മൾ ചെയ്ത് പോകാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിങ് കൂടുതൽ കമൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം. നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നത് താഴത്തുനിന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതല്ല നമ്മൾ വീഡിയോ ചെയ്യണമെങ്കിൽ, ഡെമോ വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.